ഇനി ജോലിക്ക് പോയില്ലേ വീട്ടിൽ കയറ്റൂല. എടാ എടാ ഷിൻഷാന നീയാ? എടാ എനിക്ക് നിന്റെ കൂടെ ഫ്രീ ഫയർ കളിക്കാൻ വരാൻ പറ്റൂല. ഫ്രീ ഫയർ കളിക്കാനല്ല, നീ എന്ത് ഇന്നലെ എടുത്ത വീഡിയോ ഒന്ന് യൂട്യൂബിൽ ഫുൾ വീഡിയോ ഇടാ പറഞ്ഞിട്ട് എന്താ ഇടാ? നീ എത്ര ആൾക്കാർ ഇന്നെ കാണുങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് അറിയാം എനിക്ക്. എടാ എന്റെ നെറ്റ് ഇല്ലടാ, ഒരു വൈഫൈ ഉണ്ട്, എന്നെ സെറ്റ് ആക്കുമായിരുന്നു. അത് മാത്രല്ല എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ജോലിക്ക് പോവാത്തോണ്ട്. നിനക്ക് ജോലി വേണം, ക്യാഷ് വേണം, നീ എന്റെ കൂടെ വാ, നമ്മൾക്ക് പുതിയ ബാങ്ക് ഉണ്ട്, കുത്തി തുറക്കാം. നീ വേഗം വാ എന്റെ കൂടെ. എന്താ എനിക്ക് ബാങ്ക് കുത്തി തുറക്കാൻ അത്ര ഇഷ്ടമാണ്. എടാ സെക്കൻഡ് അവനെ തച്ച് കൊല്ലണം. സാറെ എന്നെ അങ്ങോട്ട് വിളിച്ചിടുന്ന ഈ ഷിൻഷാന സാറ് സത്യമായിട്ട് ഇവൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്ന്. നിന്നെ ഈ ചെറിയ ചെക്കനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? കണ്ടാലറിയ ഒരു കുഞ്ഞു വാവയാണ്. ആ സാറേ, ഞാൻ ഒരു കുഞ്ഞു ഇവനൊക്കെ ചെയ്തേ. എടാ നാശം പിടിച്ചതിന് അവസാനം എനിക്കിട്ട് തന്നെ പണിതില്ലേ? ഒരു ഐഡിയ. സാറൊരു പൊട്ടനാന്ന് ഇവൻ പറഞ്ഞേ. ഈ ചെള്ളി ചെക്കൻ എന്നെ പൊട്ടാന്ന് വിളിച്ചോ? അയ്യോ സാറേ, ഞാനങ്ങനൊന്നും വിളിച്ചിട്ടില്ല. സാറേ ഈ ചെങ്ങായി വെറുതെ പറയുന്ന കുട്ടിക്കിട്ട് പണിയിട്. സാറേ ഈ പിടുങ്ങില്ലേ, അത് കള്ളനായാണ്, അതിനെ വിശ്വസിക്കാനൊന്നും നിക്കണ്ട. അന്ന് ഞാൻ കുന്തത്തിലിട്ട് എടാ ഷിൻഷാനേ. എങ്കിൽ നിനക്ക് ഞാൻ ഒരു ചാൻസ് തരാം. നീ ഞങ്ങൾക്ക് ഡാൻസ് കളിച്ചോ? ഡാൻസോ? എനിക്കറിയില്ല. സാറോ നല്ല കഴിവുള്ള കഴിവേറിയാണ്, ഞാൻ തന്നെ പാടിക്കൊടുക്ക ഡാൻസിന്. സാറേ വെറുതെ പറയുന്ന. എടാ ഡാൻസ് കളിച്ചിട്ട് പോടാ. എടാ പിടിങ്ങി നീ പാടടാ. സാറേ ഞാൻ എത്രയെങ്കിലും കണ്ട് ചാടിക്കളിച്ചില്ല, ഇനിയെങ്കിലും എന്നെ വിട്ടൂടെ? നിന്നെ വെച്ച് വലിയ ഉപകാരമൊന്നുമില്ല. ചില നേരത്തൊക്കെ ഞാൻ വിളിക്കും. നിന്റെ ഡാൻസ് ഒക്കെ ചെറുതായിട്ട് എനിക്ക് ഇഷ്ടമായി. എന്തായാലും പിടുങ്ങോടെ നിൽക്കട്ടെ, നീ പോയിക്കോ. നിന്നെ എന്തായാലും ഞങ്ങക്ക് വിളിക്കുവേ. കുറച്ച് ചന്തിക്ക് എന്നെ ചവിട്ടി. ഒന്നോനെ ഒന്നും കൂടെ ഒന്ന് പോയിട്ട് കാണട്ടെ. എന്തിയോ നീയാ, ഇത് തന്നെയല്ലേ അവന്റെ വീട്. എടാ ഇറങ്ങി ഓടാ. സാറേ നിങ്ങളെന്താ ഇവിടെ? എന്നെങ്കിലും ഒന്ന് വിട്ടുകൂടെ സാറേ, പ്ലീസ് സാറേ. എടാ ഞാനാണ് ഷിൻഷാനായാലും ഒരുത്തൻ തച്ച് കൊന്നിട്ട് അവന് ഡ്രസ്സ് ഇട്ടോണ്ട് വന്നത്. അടിയിലൊക്കെ ഞാൻ ചെരുപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. എങ്ങനെയുണ്ട് ഇനി ഡ്രസ്സ്? അന്നങ്ങാനും മോനെ പരിസരത്ത് കണ്ട എന്നെ നടുമ്പുറം ഞാൻ പള്ളിപ്പുറാകും. മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കുരിപ്പേ. അപ്പൊ വലിയ ആളായി, നമ്മളൊന്നും വേണ്ട. എന്നെ വേണ്ട, ഇവിടെ മടലും കഷ്ണം എത്തി. മര്യാദക്ക് ഇറങ്ങിക്കൂടുന്നേ. ഓക്കെ, അപ്പൊ ലൈക്ക് ഷെയർ സംഭവിച്ചു. ഇനി ഞാൻ വീഡിയോയിലോട്ടില്ല. ടാറ്റ ബൈ.